മാൽദീവ്സിലെ ലോക്കൽ ഐലൻഡുകളിലേക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ ഈ കാണുന്ന പോലെയുള്ള പബ്ലിക് ഫെറി സർവീസ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഗവൺമെന്റ് ബേസ് കമ്പനിയായ MTCCയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ബോട്ട് സർവീസാണ് ഫെറി. പ്രൈവറ്റ് ഐലൻഡുകളിലേക്കോ പ്രൈവറ്റ് റിസോർട്ടുകളിലേക്കോ ഫെറി സർവീസ് ഇല്ല. അവിടേക്ക് പോകാനായി സ്പീഡ് ബോട്ട്, യാച്ച്, സീ പ്ലെയിൻ ഇതൊക്കെയാണ് മറ്റു മാർഗ്ഗങ്ങൾ. സീ പ്ലെയിൻ എന്ന് കേട്ട് കൺഫ്യൂഷൻ ആകേണ്ട. കടലിൽ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും പറ്റുന്ന ചെറിയ എയർക്രാഫ്റ്റ്, അതാണ് സീ പ്ലെയിൻ. വേൾഡിൽ ഏറ്റവും കൂടുതൽ സീ പ്ലെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റെവിടെയല്ല, അത് മാൽദീവ്സിലാണ്. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് പ്രശ്നമല്ലെങ്കിൽ ഒരു തവണയെങ്കിലും സീ പ്ലെയിൻ ഫ്ലൈ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് കിട്ടും, അത് ഉറപ്പാണ്. എയർപോർട്ടിൽ നിന്ന് റോഡ് മാർഗം മാലെ, ഹുളുമാല എന്നീ 2 ഐലൻഡുകളിലേക്ക് യാത്ര ചെയ്യാം. അവിടേക്ക് പോകാൻ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ക്യൂ ആണ് ഈ കാണുന്നത്. ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. എനിക്കുള്ള ഓപ്ഷൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, എയർപോർട്ട് ഫെറി കൗണ്ടർ. 15 മാലദ്വീപൻ റുപ്പിയ അല്ലെങ്കിൽ $1 ക്യാഷ് ആയി നൽകിയാൽ എയർപോർട്ട് ടു മാലെ യാത്ര ചെയ്യാനുള്ള ഫെറി ടിക്കറ്റ് കിട്ടും. ഇനി ഞാൻ ടാക്സിയാണ് എടുക്കുന്നെങ്കിൽ ഏകദേശം 85 മാലദ്വീപൻ റുപ്പിയ കൊടുക്കേണ്ടി വരും. ഫെറിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയതാണ്, അതായത് ഒരു സ്പീഡ് ബോട്ട് ഏകദേശം 30 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന ദൂരം ഒരു ഫെറി കവർ ചെയ്യണമെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. അതായത് സ്പീഡ് വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ മാലദ്വീപ്സിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ മാലെ എന്നുള്ള ഐലൻഡിലെത്തി. ഇവിടുത്തെ കുറേ കാഴ്ചകളെ കണ്ടിട്ട് മറ്റേ ഐലൻഡിലേക്ക് പോകാം അല്ലേ.